120 പേർ കാത്തിരിക്കുമ്പോൾ ഒരു ഭയങ്കര മുഴക്കത്തോടുകൂടി ഒരു ദൈവശക്തി അവരുടെ നടുവിലേക്ക് വന്നിറങ്ങി. പിളർന്ന അഗ്നിജ്വാലയ്ക്കൊത്തവണ്ണം ഒരു ദൈവ സാന്നിധ്യം വന്നിറങ്ങി. 120 പേരും അന്ന് വരെ സംസാരിക്കാത്ത അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഇന്നലെ വരെ പേടിച്ച് ഒളിച്ച് ഇരുട്ടിന്റെ മറപറ്റി ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറഞ്ഞവൻ ഇതാ സാന്നിധ്യം അകത്ത് വന്നപ്പോ മാളിക മുറിക്കകത്തുനിന്ന് ജനത്തിന്റെ നടുവിലേക്ക് ഒരു എൻട്രി. ആത്മാവ് നിന്റെ അകത്ത് വന്നാൽ, ദൈവത്തിന്റെ ശക്തി നിന്നിൽ തികഞ്ഞു വന്നാൽ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്നിൽ തികഞ്ഞു വന്നാൽ നീ കർത്തന്റെ പുറകിൽ നിൽക്കത്തില്ല. ദൈവം നിന്നെ മുന്നിൽ കൊണ്ടുവരും. ദൈവശക്തി നിന്നിൽ തികഞ്ഞു വന്ന നീ ഭയം ഒളിക്കത്തില്ല. നീ മരണത്തെ ഭയക്കത്തില്ല. നീ പിശാചിനെ ഭയക്കത്തില്ല. നീ മനുഷ്യനെ ഭയക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് വെല്ലുവിളിച്ച മനുഷ്യരാരേലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, വെല്ലുവിളികളെ ഭയപ്പെടരുത്. വേദപുസ്തകം പറയുന്നു, ആരെ ഭയപ്പെടണം? ആരെ ഭയപ്പെടണം? കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടണം. ഞാൻ പറയുന്നു, ഇന്ന് പകലിൽ നമ്മുടെ ഭയം ദൈവത്തിൽ മാത്രമായിരിക്കട്ടെ.